വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കുറച്ചു കാലങ്ങളായി കണ്ടുവരുന്ന ഒരു പതിവാണ് മഷി പുരട്ടിയ വിരലിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ചരിത്രം എത്ര പേർക്കറിയാം? എന്നു മുതലാണ് ഇന്ത്യയിൽ ഈ മഷി അല്ലെങ്കിൽ ഇങ്ക് ഉപയോഗിക്കാൻ ആരംഭിച്ചത്? 1962 മുതലാണ്. അതിനുശേഷമുള്ള എല്ലാ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തത് ആരൊക്കെയാണ് ഇത് തിരിച്ചറിയാനുള്ള അടയാളമായി ഈ മഷി മാറുകയാണ്. ഇതെവിടെയാണ് ഉണ്ടാക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ ആകെ എത്ര ലിറ്റർ മഷി വേണ്ടിവരും? അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എത്രയാണ് ഈ മഷിയുടെ കണക്ക്? എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ. പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വിരലിൽ അഗ്രത്ത് ഒരു ശക്കലമാണ് മഷി ഇടുന്നത്. ഇൻഡെലിബിൾ ഇങ്ക്, വോട്ടെടുപ്പിലെ മായാത്ത മഷി. പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ പുരട്ടുന്ന നീലമഷി, അതാണ് ഈ പറഞ്ഞ ഇൻഡെലിബിൾ ഇങ്ക്. വോട്ടെടുപ്പിൽ ഉപയോഗിക്കുന്ന മായാത്ത മഷി എന്ന് പറയാം. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിലുള്ള ലബോറട്ടറിയായ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ 1961 ഈ മഷി വികസിപ്പിച്ചെടുത്തത്. സിൽവർ നൈട്രേറ്റ് മിശ്രിതം ഉപയോഗിച്ചാണ് ഈ മഷി ഉണ്ടാക്കുന്നത്. 1962 കർണാടക സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് MPVL ഈ മഷി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പേറ്റന്റ് സ്വന്തമാക്കുകയായിരുന്നു. രാജ്യത്ത് ഈ മഷി ഉണ്ടാക്കാൻ അനുമതിയുള്ള ഏക സ്ഥാപനവും ഇത് മാത്രമാണ്, മൈസൂരു പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ്. 2024 തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഓർഡറാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കുപ്പി വേണം? 27 ലക്ഷം കുപ്പികളാണ് ഈ മഷി ഇൻഡെലിബിൾ ഇങ്ക് നമുക്ക് വേണ്ടത്. ഒരു കുപ്പിയിൽ ആകെ കൊള്ളുന്നത് 10 മില്ലി ലിറ്റർ ആണ്. ഒരു കുപ്പിയിലെ മഷി, അതായത് 10 മില്ലി ലിറ്റർ 700 പേർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആകെ ചെലവാകുന്നത് 50 കോടി രൂപയാണ്. ഇനി നമുക്ക് കേരളത്തിലെ കണക്ക് നോക്കാം. കേരളത്തിൽ വേണ്ട മഷി എത്രയാണ്? കേരളത്തിൽ 63,000 ബോട്ടിലുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്. അതിനാകെ ചെലവാവുക 1,29 ലക്ഷം രൂപയാണ്. ഇനി ഒരു ബൂത്തിൽ എത്ര പേർക്ക് കൊടുക്കേണ്ടി വരും? 1300, 1400 ഒക്കെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ 20 മില്ലി ലിറ്റർ ഇൻഡെലിബിൾ ഇങ്ക് കേരളത്തിലെ ഒരു ബൂത്തിൽ ഇത്തവണ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ഇൻഡെലിബിൾ ഇങ്ക് കൂടുതലായി വേണ്ടത് എവിടെയൊക്കെയാണ്? കൂടുതൽ ബൂത്തുകളുള്ള അല്ലെങ്കിൽ കൂടുതൽ മണ്ഡലങ്ങളുള്ള സ്ഥലങ്ങളിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരവും അറിയാം. കൂടുതൽ വേണ്ടത് ഉത്തർപ്രദേശിലാണ്, കുറവ് വേണ്ടത് ലക്ഷദ്വീപിലാണ്. അപ്പോൾ ഇതാണ് ഇൻഡെലിബിൾ ഇങ്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ മായാത്ത മഷിയുടെ വിശദാംശങ്ങൾ. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്ത 1-2 കാര്യങ്ങളിലും കിട്ടിയിട്ടുണ്ട് ഇൻഡെലിബിൾ ഇങ്കിനെ കുറിച്ച് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ന്യൂസ് ടിപ്സ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി.